പഠിക്കൂ. ശരിയാണ് വിശാല് പറഞ്ഞത്. ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല. ഇനി ചിന്തിക്കും. പൊന്നുമണി സ്വയം തെരഞ്ഞെടുത്ത ജീവിതം അത്. അതിൻ്റെ ഭാവി എന്തായാലും അവൾ സ്വയം സഹിക്കട്ടെ. ഞാനെന്തിനാ വെറുതെ? പക്ഷേ അമ്മ ഒരിക്കലും ഇതുപോലെ ചിന്തിക്കില്ല വിശാലെ. അമ്മ സെന്റിമെന്റ്സിന്റെ ആളാ. മോനും അങ്ങനെയൊക്കെ തന്നെയാ. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും കാര്യത്തോടെടുക്കുമ്പോൾ ഓടിച്ചെല്ലും. മറ്റുള്ളവരുടെ വേദനകള് സ്വന്തം വേദനകളായിട്ട് തോന്നുന്ന ഒരു മനസ്സുണ്ട് ഡോക്ടർക്ക്. അതുകൊണ്ടല്ലേ എന്നെ സഹിക്കുന്നത്. ഞാൻ വലിയ മനസ്സാ, അത് നല്ലതാ. മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം കണി കാണാൻ പോലും കിട്ടാത്തൊരു കാലഘട്ടത്തിലൂടെയാ നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കെട്ട കാലത്ത് ഇതുപോലുള്ള ആളുകൾ കുറച്ചെങ്കിലും വേണം. എങ്കിലേ നമുക്ക് നമ്മളെ സ്വയം തിരിച്ചറിയാനും തിരുത്താനും പറ്റൂ. ഇവനെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? അവനെ എന്തിനാ കുറ്റം പറയുന്നത്? നമ്മള് ശരിയാകത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ വീട്ടില് അമ്മയടക്കം ആർക്കും ഒരു തന്റെ ഇടമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവനിപ്പോ ഇവിടെ വരില്ല. വീട് അവളുടെ പേരിലായി പോയില്ലേ മോനെ, അതല്ലേ പ്രശ്നം. വീട് ആരുടെ പേരിലാണെങ്കിലും അമ്മ എപ്പോഴും അമ്മ തന്നെയല്ലേ. ആ പവർ അമ്മ കാണിക്കണം. ഒരിക്കലും അമ്മ അങ്ങനെ കാണിച്ചാ അതോടെ എല്ലാം നേരെയാവും. എന്തൊക്കെയുണ്ട് ചേർത്തെ വിശേഷങ്ങള്? സുഖാണോ? ഓ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അങ്ങനെ പോയാ മതിയോ? ജയിലിലേക്കൊന്ന് പോകണ്ടേ? നീ ഒന്ന് പേടിപ്പിക്കുവാന്ന്? ഏയ്, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഇത്തരം തമാശകള് ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥ ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കുമില്ല. നിന്നോട് ഇതുപോലുള്ള സമയത്ത് ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്തിനാ വന്നേ? എന്തിനായിരിക്കും എന്ന് ഊഹിക്കാമോ? എനിക്കെങ്ങനെ അറിയാം? നിനക്കോ? ഓ, എന്നെ അങ്ങ് വിട്ടേക്ക്. നമ്മള് പാവം. എന്നാ കേട്ടോ, അമ്മയ്ക്ക് കൂടി ഗുണമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത്. സംഭവം എന്താണെന്ന് തൽക്കാലം ഞാൻ പറയുന്നില്ല. അതെന്താ പറഞ്ഞാല്? ഏയ്, വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നും അല്ല. എല്ലാം കൃത്യമായ സമയത്ത് ത്രൂ പ്രോപ്പർ ചാനലിൽ കൂടെ അറിയുന്നതാണ് നല്ലത്. പിന്നെ നിനക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടോ അതില്? അതെന്താ അങ്ങനെ ഒരു കാര്യം? അതൊക്കെയുണ്ട്. അല്ല, അച്ഛനും ദേവിക എവിടെ? അകത്തുണ്ട്. എന്ത് കാര്യമായിരിക്കും മോനെ? എനിക്ക് എങ്ങനെ അറിയാമേ? മോൻ വാ, അവരെന്താ സംസാരിക്കുന്നതെന്ന് നോക്കാം. അച്ഛനെവിടെ? അകത്തുണ്ട്. എന്തേ? അച്ഛനും വേണം. നിങ്ങൾ രണ്ടുപേരോടുമായിട്ട് പറയേണ്ട കാര്യമാ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. ആ, അതിനു മുൻപേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കയറി വരുമ്പോ ചെക്ക് പോസ്റ്റ് പിടിച്ചു. അമ്മയും ശരത്തും കൂടി വിചാരണ. എന്നെ വിളിക്കായിരുന്നില്ലേ? മറുപടി ഞാൻ തന്നെ കൊടുക്കായിരുന്നല്ലോ. തൽക്കാലം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയും അവസരം കിട്ടും, അപ്പോ വിളിക്കാം. സംശയം അവനെപ്പോലെയാണ് മറ്റുള്ളവരെന്നാ വിചാരം. എന്ത് ചെയ്യാനാ, സഹിക്കന്നെ. സിദ്ധോടെ ഇരിക്കെ, ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ടുവരാം. അവർക്ക് പോസിറ്റീവായ കാര്യമെന്ന് പറയുമ്പോൾ അത് നമുക്ക് നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് അതെന്താന്ന് ഇവിടെ നിന്ന് കേൾക്കാം മോനെ. എന്തിന്? ഒളിഞ്ഞിന്ന് കേൾക്കാൻ അമ്മയാ ബെസ്റ്റ്. അമ്മയാകുമ്പോ തഞ്ചത്തിലിരുന്ന് കേൾക്കാം. ഞാനായ ശരിയാവില്ല. ഞാനേ മുത്തശ്ശി ഒന്ന് കണ്ടിട്ട് വരട്ടെ.
അത് വേറൊന്നും ആയിരിക്കില്ല മോനെ. ജ്യോത്സ്യം പറഞ്ഞ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള വരവായിരിക്കും. ഏയ് അതൊന്നും അല്ല മുത്തശ്ശി, വേറെന്തുവാ. അതാ രാത്രിക്ക് രാത്രി കയറി വന്നു. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും മോനെ? പോസിറ്റീവ് ആണെന്നല്ലേ പറഞ്ഞത്? എന്ന് വെച്ച അവൾക്ക് ഗുണമുള്ളതാണെന്നർത്ഥം. നിനക്ക് ഊഹിക്കാൻ പറ്റുന്നില്ലേ അതെന്തായിരിക്കുമെന്ന്? ഞാൻ പല വഴിക്ക് ചിന്തിച്ചു നോക്കി, ഒന്നും ശരിയാവുന്നില്ല. ഇനി നിത്യയുടെ കൊലപാതകയെ കണ്ടുപിടിച്ചെന്ന വിവരം ആയിരിക്കോ പറയാൻ പോകുന്നത്? കൊലപാതകയെ കണ്ടുപിടിച്ചെന്നു? ആര്? അല്ല, അതാരെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ വല്ലതും ആയിക്കൂടെ? ഏയ് അതാവില്ല. അങ്ങനെ വല്ലതും ആണെങ്കിൽ അത് അവന്റെ മിടുക്കൊണ്ടാ കണ്ടുപിടിച്ചേ. ഞാനേ അവന് ഷെയ്ക്കാൻ്റെ കൊടുക്കും. ഒത്തു കിട്ടിയ കൊലയാളിയുടെ നെഞ്ചിൽ കുത്താൻ വേണ്ടി ഞാനൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഒന്നാന്തരം ഒരു കത്തി.